BJPയുടെ കേരള വിരുദ്ധ രാഷ്ട്രീയം. എന്തിനീ തെരഞ്ഞെടുപ്പിൽ മലയാളികൾ BJPക്ക് വോട്ട് ചെയ്യണം? അരി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലുൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ഏതെങ്കിലും ഒരു രീതിയിലൊരു സഹായം ചെയ്യാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ് അതിനുപോലും അനുവദിക്കാതിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെത്. ഈ കോടതി തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13 അനുസരിച്ച് ദുരന്തബാധിതരായ മനുഷ്യരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ നടപടി സ്വീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ നാടകീയമായി ഹൈക്കോടതി അറിയിക്കുകയാണ്, ആ സെക്ഷൻ, ആ വകുപ്പ് ഞങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ എടുത്തു കളഞ്ഞു. BJP വന്നതിന് ശേഷം പരിപൂർണമായും കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് ശത്രുക്കളാണെന്നുള്ള മറ്റുള്ള സമീപനങ്ങൾ എടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം പുതിയൊരു തലത്തിലോട്ട് കിടക്കുകയാണ്. ഓരോ മുന്നണികളും അവരുടെ മാനിഫെസ്റ്റോ ഇറക്കി. ഇപ്പം BJP അല്ലെങ്കിൽ NDA മുന്നണി അവരുടെ മാനിഫെസ്റ്റോ ഇറക്കി. UDF ഉം LDF ഉം നാളെ മാനിഫെസ്റ്റോ ഇറക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു പരസ്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ വളരെ കൗതുകത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ഒന്ന്, അവർ പറഞ്ഞിരിക്കുന്നത് റെയിൽവേയിലെ ഈ അതിവേഗ റെയിൽവേ ശൃംഖല കേരളത്തിലുണ്ടാക്കും. വേറൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കും. അപ്പോൾ ഈ 2 സംഭവങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി അതിവേഗ റെയിൽവേ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഒന്നും ചെയ്യാതെ ഇത്രയും കാലം മാറ്റിവെച്ച് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഒരാൾ, അദ്ദേഹം പഴയ കാലത്തെ വിദഗ്ധനായിരിക്കാം, പക്ഷേ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ എന്തോ ഒരു പദ്ധതി കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെ ആക്കാനാണോ എന്താണെങ്കിലും കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ അനുവാദത്തിനു വേണ്ടി കാത്തിരുന്നിട്ട് അത് നൽകാതെ പുതിയൊരു വാഗ്ദാനം നൽകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു വാഗ്ദാനത്തിനെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് അരുണിന് തോന്നുന്നത്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയം BJPയുടെ രാഷ്ട്രീയമാണ്. BJPയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJPയുടെ കേരള വിരുദ്ധ രാഷ്ട്രീയം. എന്തിനീ തെരഞ്ഞെടുപ്പിൽ മലയാളികൾ BJPക്ക് വോട്ട് ചെയ്യണം? കേരളം പോലൊരു സംസ്ഥാനത്തോട് ഇത്രമാത്രം പക, രാഷ്ട്രീയമായ വിദ്വേഷം വച്ചു പുലർത്തുന്ന, പ്രതികാര ബുദ്ധിയോടെ കേരളത്തെ സമീപിക്കുന്ന, അപമാനകരമായ നിലയിൽ കേരള വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ ജനം എന്തിന് വോട്ട് ചെയ്യണമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ്. അത് ഗൗരവമായി കേരളം ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്ത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കൈക്കൊണ്ട അങ്ങേയറ്റം പ്രതിലോമകരമായ കേരള വിരുദ്ധമായ സമീപനങ്ങൾക്ക് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, റെയിൽവേ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പോലും കേരളത്തിൻ്റെ ദീർഘകാലമായിട്ടുള്ള റെയിൽവേ ആവശ്യങ്ങളെ സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല. ആ ബഡ്ജറ്റ് പൂർണ്ണമായും കേരളത്തിൻ്റെ ആവശ്യങ്ങളെ നിരാകരിക്കുന്ന ബഡ്ജറ്റാണ്. എന്നാൽ അതിനുശേഷം വളരെ നാടകീയമായി ശ്രീധരൻ അദ്ദേഹം പൊന്നാനിയിൽ പോയി ഒരു ഓഫീസ് തുറക്കുകയാണ്. കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എന്ന് വിശേഷിപ്പിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനെന്ന പേരിൽ അദ്ദേഹം ഒരു ഓഫീസ് തുറക്കുകയാണ്. അവിടെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയതാണ്. വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലാണല്ലോ ഈ വിഷയത്തെ സംബന്ധിച്ച് ആശയവിനിമയം നടക്കേണ്ടത്. ഗവൺമെൻറ്റുകൾ തമ്മിലാണ് ചർച്ച, ഗവൺമെൻറ്റുകൾ തമ്മിലാണ് ആശയവിനിമയം നടക്കേണ്ടത്. ഗവൺമെൻറ്റുകൾ തമ്മിൽ ഒരു ചർച്ചയും നടന്നില്ല, ഒരു ആശയവിനിമയവും നടന്നില്ല. കേന്ദ്രം ഒരു ഉറപ്പും കേരളത്തിന് ഔദ്യോഗികമായി കൊടുത്തില്ല. പക്ഷേ ശ്രീധരൻ ഓഫീസ് തുറക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചനയില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന അനുഭവം ഉണ്ടായി. അതോടുകൂടി ശ്രീധരൻ തുറന്ന ഓഫീസിൻ്റെ ഭാവി എന്താകുമെന്നുള്ളതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. റെയിൽവേയെ സംബന്ധിക്കുന്ന ഭാഗം അതാണ്. എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി എത്ര അധിക്ഷേപകരമായ പരാമർശമാണ് എയിംസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എല്ലാം അപമാനിക്കുന്ന വിധം എയിംസുമായി ബന്ധപ്പെടുത്തി കേന്ദ്രമന്ത്രി നടത്തിയൊരു പ്രസ്താവന കേരള സമൂഹം ചർച്ച ചെയ്തതാണ്. ഇത് എവിടെ കൊണ്ടുവരണമെന്നതിനെ സംബന്ധിച്ചാണ് കേന്ദ്രമന്ത്രിക്ക് തർക്കമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി? എയിംസ് കേരളത്തിലേക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്ന നിലവന്നു. എയിംസ് ഇല്ല, എവിടെ കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് തർക്കമില്ല. അതല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനൊക്കെ അപ്പുറം ഹൈക്കോടതിയിൽ കേസ് വന്നല്ലോ. ഹൈക്കോടതി കേസ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്തൊരു സമീപനം നമ്മൾ വസ്തു ഏറ്റെടുക്കാഞ്ഞിട്ടാണുള്ള. അത് നമ്മുടെ ഗവൺമെൻറ് വളരെ കൃത്യമായി കോഴിക്കോട് നമ്മൾ വസ്തു ഏറ്റെടുക്കുന്ന അടക്കം പറഞ്ഞപ്പോൾ എടുത്ത സമീപനമുണ്ട്.
അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇവർ നമ്മളെ അവഗണിക്കുന്നത് വളരെ വ്യക്തമാണ്. അതെ അതെ അതെ. എയിംസിൻ്റെ വിഷയത്തിൽ അത് കേരളത്തിലേക്ക് ഇല്ല എന്ന നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടാണ്. അതിൽ ഏറ്റവും പ്രധാനം കേരള ഹൈക്കോടതി തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13 അനുസരിച്ച് ദുരന്തബാധിതരായ മനുഷ്യരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ നടപടി സ്വീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പലതവണ ഹൈക്കോടതി ആ വിഷയം പരിഗണിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ കൂടുതൽ സമയം ചോദിച്ചു. ഏറ്റവും ഒടുവിൽ നാടകീയമായി ഹൈക്കോടതി അറിയിക്കുകയാണ്, ആ സെക്ഷൻ, ആ വകുപ്പ് ഞങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ എടുത്തു കളഞ്ഞു എന്നാണ്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് തന്നെ മുൻകാല പ്രാബല്യത്തോടെ എടുത്തു കളഞ്ഞു എന്ന് ഹൈക്കോടതി അറിയിക്കുന്ന നാടകീയമായ അനുഭവമാണ് കേരളത്തിനുണ്ടായത്. പ്രധാനമന്ത്രി വന്നു, ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു, വലിയ വാഗ്ദാനമെല്ലാം നൽകി. നാളിതുവരെ 1 രൂപയുടെ സഹായം ആ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെയും ദേശീയ തലത്തിലുമുള്ള BJP നേതാക്കന്മാരുടെ പ്രസ്താവന വന്നു, ഒരു ഭൂപ്രദേശം അപ്പാടെ ഒലിച്ചുപോയൊന്നുമില്ലല്ലോ, 2-3 വാർഡുകളിലേ പോയിട്ടുള്ളൂ എന്ന് ദുരന്തത്തെ വളരെ ലഘൂകരിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയ BJP നേതാക്കന്മാരെ നമ്മൾ കണ്ടു. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം എന്നത് മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങേയറ്റം ഈ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേരളത്തെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ദുരന്തങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന സമയത്ത് സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോഴും കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്, അത് ഗുജറാത്ത് ആവട്ടെ, ബീഹാർ ആവട്ടെ, ഒറീസ ആവട്ടെ, അവരെ സഹായിക്കുന്നതിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവരെ സഹായിക്കണം. കാരണം നമ്മളെക്കാൾ കൂടുതൽ സഹായിക്കേണ്ടതാണെന്നും അഭിപ്രായം നമുക്കുണ്ട്. കാരണം നമ്മുടെ ഒരു പുരോഗതി ഒന്നും വരാത്ത സംസ്ഥാനങ്ങളാണ്, അത് ആര് ഭരിച്ചാലും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്ന ഗൗരവതരമായ ഭീഷണിയാണ് വന്നത്. ഈ ദുരിതാശ്വാസ മേഖലയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ നമുക്ക് വന്നു. ഉരുളുപൊട്ടൽ വന്നു, അതുപോലെ മണ്ണിടിയിൽ വരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. ഇതെല്ലാം വന്നിട്ട് 1 രൂപയുടെ സഹായം നമുക്ക് തന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സഹായം ഇതിനു വേണ്ടി പലരോടും സഹായം ചോദിക്കുന്നു. പുറത്തു നിന്നുള്ള രാജ്യങ്ങൾ പോലും നമ്മളെ സഹായിക്കാൻ തയ്യാറായി. അപ്പോൾ അത് മേടിക്കാൻ പാടില്ല, അനുവദിച്ചില്ല എന്ന് പറയുന്ന അതേ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഗുജറാത്തിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, കേരളം ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു ശത്രു പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമായി BJP കണ്ടിരിക്കും. ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് കേരളത്തിനെ. പാടില്ല. രാഷ്ട്രീയമായ കാരണങ്ങളാണ് അതിൻ്റെ പിന്നിൽ. രാഷ്ട്രീയമായ കാരണങ്ങളാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാനം ഉയർത്തുന്ന ലോക വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യയെയും കേരളത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. 1 രൂപയുടെ സഹായം കേന്ദ്രത്തിൻ്റെതായി കിട്ടിയില്ല. 818 കോടി രൂപ VGF വായ്പയായിട്ട് അനുവദിക്കുകയാണ്. ആ വായ്പ ഏതാണ്ട് 12,000 കോടി രൂപയായിട്ട് കേരളം തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1 രൂപയുടെ സഹായം 5,000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കേന്ദ്രത്തിൻ്റെതായ ഒരു സഹായവും ഈ കാര്യത്തിൽ കിട്ടുന്നില്ല. വിഴിഞ്ഞം പോലൊരു ബൃഹത് പദ്ധതി രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ, രാജ്യത്തിലേക്ക് ഒട്ടേറെ ഗുണകരമായ പരിവർത്തനങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിയുന്ന, വിദേശ നാണ്യമടക്കം വലിയ തോതിൽ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പദ്ധതി, ലോക വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യയെ പ്രത്യേകമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു പദ്ധതി കേരളം നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. ഇന്ത്യയിലെ മറ്റ് പല സ്ഥലത്തും ഇത്തരം തുറമുഖങ്ങൾക്ക് കേന്ദ്രം ധനസഹായം നൽകിയ, പണം മുടക്കിയ അനുഭവങ്ങളുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിന് വേണ്ടി ഒരു ചില്ലി പൈസ മുടക്കിയിട്ടില്ല, 1 രൂപയും തരുന്നില്ല. അങ്ങേയറ്റം നിഷേധാത്മകമായ ഒരു സമീപനമാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അതും ഈ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു ജനതയുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കാരണം ആ ജനതയെ ഒറ്റപ്പെടുത്തി അവഗണിച്ച് നിർത്തുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നുള്ളതാണ്. അത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലും ഉണ്ട് അവഗണന. പക്ഷേ BJP വന്നതിന് ശേഷം പരിപൂർണമായും കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് ശത്രുക്കളാണെന്നുള്ള മറ്റുള്ള സമീപനങ്ങൾ എടുക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വേറൊരു BJPയുടെ പരസ്യം കണ്ടായിരുന്നു. അവർ കാർഷിക മേഖലയെ താങ്ങി നിർത്തും, കർഷകരെ രക്ഷിക്കും. നെല്ലിന് നമ്മൾ കൊടുക്കുന്നൊരു വിലയുണ്ട്, അതിൽ കേന്ദ്രം തരുന്നൊരു പണമുണ്ട്. അതിൽ കൂടുതൽ പണം കേരള ഗവൺമെൻറ് കൊടുക്കുന്നു, അത് പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ അയച്ചത് ശ്രദ്ധയിൽ വന്ന് കാണുമല്ലോ. അപ്പോൾ
ഈ ഏറ്റവും താഴേക്കിടയിലുള്ള കാർഷിക രംഗത്ത് ഈ മനുഷ്യനെ തീറ്റിപ്പോറ്റേണ്ടത് കർഷകരാണ്. അവർ അരി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലുൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ഏതെങ്കിലും ഒരു രീതിയിലൊരു സഹായം ചെയ്യാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ് അതിനുപോലും അനുവദിക്കാതിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെത്. ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1700 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ കേരളത്തിന് നൽകാനുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് സംഭരണത്തിന് പണം ചിലവാക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അത് കേരളം അധിക തുക ബോണസായി നൽകിക്കൊണ്ട് കൂടിയാണ് കർഷകരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. ആ ബോണസ് കൊടുക്കാൻ പാടില്ല. വളരെ വിചിത്രമായിട്ടുള്ള ന്യായമാണ്. ആ ബോണസ് നൽകിയാൽ നെൽകൃഷി വ്യാപിപ്പിക്കാനുള്ള താല്പര്യം കർഷകരിൽ വർദ്ധിക്കും എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ടുപിടുത്തം. അതുകൊണ്ട് അവർക്ക് ആ ബോണസ് കൊടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ദേശീയപാത വികസനമാണ്. ഇപ്പോൾ ദേശീയപാത വികസനം എന്തെല്ലാം അവകാശവാദങ്ങൾ ആരെല്ലാം ഉന്നയിച്ചാലും ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത് LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവാൻ വഴിയില്ല. ആ ദേശീയപാത വികസനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2016 ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിൽ വിചിത്രമായൊരു നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വച്ചു. ഭൂമി ഏറ്റെടുക്കുന്ന തുകയുടെ 25% കേരളം വഹിക്കണം. അങ്ങനെ വഹിച്ചാൽ മാത്രമേ ദേശീയപാത നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോടും നാളിതുവരെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാത്ത വളരെ വിചിത്രമായിട്ടുള്ള ഒരാവശ്യമാണ് കേരളത്തോട് ഉന്നയിച്ചത്. പക്ഷെ നമ്മൾ സധൈര്യമായി വെല്ലുവിളി ഏറ്റെടുത്തു. അത് തുക കെട്ടിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നത്. ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ തന്നെ വച്ച കണക്ക് സൂചിപ്പിക്കുന്നത് എന്താ? ഇന്ത്യയിൽ ദേശീയപാത വികസനത്തിന് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ ഒരു ദേശീയപാത അതിൻ്റെ ഒരു വലിപ്പവും കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയും എല്ലാം വച്ച് പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ സംസ്ഥാനം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ തുക ഏതാണ്ട് 5000 കോടി രൂപയ്ക്ക് മുകളിൽ ദേശീയപാത വികസനത്തിന് വേണ്ടി ചെലവാക്കിയ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അത് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ച് പരിശോധിക്കുമ്പോൾ വലിയ തുകയാണ്. അത്രയധികം തുക കേരളം ചെലവഴിച്ചാണ് ദേശീയപാത യാഥാർത്ഥ്യമാക്കിയത്. ആ കാര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തത്തിൽ വരുന്ന ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ പോലും കേരളത്തോട് സ്വീകരിച്ചത് അങ്ങേയറ്റം അവഗണന നിറഞ്ഞ ഒരു പ്രതികാര ബുദ്ധിയോടെയുള്ള സമീപനമാണെന്നുള്ളത് പറയേണ്ടി വരും. വ്യവസായം എന്ന് വെച്ചാൽ വളരെ കൃത്യമായി നമ്മൾ എടുക്കുന്ന ഏത് റെയിൽവേയുടെ വികസനം വന്നാൽ, അതെ, ഹൈവേയുടെ ദേശീയപാതയുടെ വികസനം വന്നാൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വന്നാൽ, കാർഷിക മേഖല വന്നാൽ എന്ന് തുടങ്ങി സർവ്വ മേഖലകളിലും കേരളത്തിനെ ഒറ്റപ്പെടുത്തി നിർത്താനുള്ള ഒരു രാഷ്ട്രീയമാണ് BJP എടുത്തിരിക്കുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും അതിനനുസരിച്ച് BJPയെ നിർത്തേണ്ട സ്ഥലത്ത് കേരള ജനത നിർത്തുമെന്നുള്ളതിനെ പറ്റി നമുക്കൊരു സംശയവുമില്ല. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കേരളത്തിൻ്റെ മുമ്പിൽ ഒരു കാരണവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബാധ്യതയും കേരളത്തിലെ ജനങ്ങൾക്കില്ല. എന്ന് മാത്രമല്ല, BJPയുടെ ഈ കേരള വിരുദ്ധ സമീപനത്തിനുള്ള ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.